2 വൈദികരെ പിടിച്ചിട്ടുണ്ട്. മലയാളികൾ, പേര് ഞാൻ പറയാം. 1 അജിത് മത്തായി, 2 വർഗീസ് ചാക്കോ. അവരുൾപ്പെടെ 6 പേർക്കെതിരെ UAPA ചുമത്തി. ചെറിയ കാര്യമാണ്, ചെറിയ കാര്യം. എന്താണെന്നറിയോ? നക്സൽ ബാധിത മേഖലയായ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ ഒരു ATM ഇരിക്കുന്നത് വിജയ് പ്ലാസ, ബസ്തർ റോഡ്, ധാംതാരി എന്ന് പറയുന്ന സ്ഥലത്തെ ATMൽ നിന്ന് വർഗീസ് ചാക്കോയും അജിത് മത്തായും ഉൾപ്പെടെയുള്ള കത്തനാർമാർ, വെള്ള നൈറ്റിക്കാർ ATM ഉപയോഗിച്ച് പണം പിൻവലിച്ചു. എത്രയാണെന്നറിയാവോ? 6,30,00,000 രൂപ ATM ഇട്ട് പിൻവലിച്ചു. എന്നിട്ട് ഈ പൈസ അവിടുത്തെ മാവോയിസ്റ്റുകൾക്ക് വിതരണം ചെയ്തു. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 2 പെൺകുട്ടികളുമായി 2 കന്യാസ്ത്രീകളെ പിടികൂടിയ കേസും ഇതുമായി ചില കണക്ഷൻസ് ഉണ്ട്. അന്ന് കന്യാസ്ത്രീകളെ പിടികൂടിയപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ 6 പേർ, ജൊനാഥൻ എസ് രാജൻ, തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന മതപരിവർത്തന സംഘടന ഇന്ത്യയിലെ മേൽനോട്ടക്കാരനാണ്. പിന്നെ മിഖ മാർക്ക്, ഒരു അമേരിക്കൻ സായിപ്പ്, അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി അസാംകാരനാണ്, സുപ്രീം ജോയ് മൈസൂർ എന്നിങ്ങനെ 6 പേരെയാണ് ഇപ്പോൾ UAPA ചുമത്തി പെടുത്തിയിരിക്കുന്നത്. മോദിയുടെ സർക്കാർ പെടുത്തിയിരിക്കുന്നത്. ഈ UAPA ചുമത്തിയ ദിവസം കൂടെ വളരെ പ്രധാനപ്പെട്ടത്. G7 ഉച്ചകോടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കാണുന്നതിൻ്റെ തലേ ദിവസം അമേരിക്കൻ സംഘടനയായ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ പ്രവർത്തിച്ച് ഇന്ത്യയിൽ മതപരിവർത്തനം മാത്രമല്ല നക്സൽ ബാധിത മേഖലകളിൽ നക്സലൈറ്റുകൾക്ക് കാശ് കൊടുക്കും. 6,30,00,000 രൂപ നക്സലൈറ്റുകൾ കൊടുത്തു. നക്സലൈറ്റുകൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ട് ആയുധം വാങ്ങും, ഇന്ത്യയിലെ സായുധ സേനകളെ ആക്രമിക്കും, നമ്മുടെ പട്ടാളക്കാരെ ബോംബ് വെച്ച് കൊല്ലും, വെടിവെച്ച് കൊല്ലും. അതിനുള്ള പണം കൊടുക്കുന്നത് തിമോത്തി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട സുവിശേഷ വേല നടത്തുന്ന കർത്താവിൻ്റെ മക്കൾ